ഗൗരിച്ചി, നമുക്കും കൂടി മുകളിലേക്ക് ചെന്നാലോ? അത് വേണ്ടാന്ന് ഉത്തരവിട്ടിട്ടല്ലേ വലിച്ച അങ്ങോട്ട് പോയത്. അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരട്ടെ. സ്വാതിയെടുത്തി, ഞങ്ങൾ വീണ്ടും പറയാം, ഞങ്ങൾ ആരും നിങ്ങളുടെ വിഗ്രഹം എടുത്തിട്ടില്ല. പിന്നെ എന്റെ വിഗ്രഹം മാത്രം എവിടെ പോയി? ഈ വീട്ടിൽ പുറത്തുനിന്ന് ആരും വന്നിട്ടില്ലല്ലോ. അകത്തുള്ളവരിൽ ആരെങ്കിലും ഒരാൾ അറിയാതെ എന്റെ വിഗ്രഹം മാത്രം എങ്ങനെ നഷ്ടമാവും? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇത് മനഃപൂർവ്വം നമ്മളെ കളികളാക്കാനുള്ള ആരുടെയോ ഗൂഢാലോചനയാണെന്ന് എനിക്ക് സംശയമുണ്ട് ഗൗരിച്ചി. അതിന് നമുക്കെന്താടി? ഞാനോ നീയോ തെറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മൾ എന്തിനാ വെറുതെ പേടിക്കുന്നേ? വെല്ലിച്ചനെ അന്വേഷിക്കട്ടെ. ഗിരി, കണ്ടോ? ഇത്തരം പണികൾ ചെയ്യാൻ ഇവിടെ ചിലർക്ക് യാതൊരു മടിയില്ലെന്ന് എനിക്കറിയാം. ഒരു വിഗ്രഹം ഒളിപ്പിച്ചു വെച്ച് പൂജ മുടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് മാത്രം ചെയ്താൽ മതിയായിരുന്നു. ഇങ്ങനെ തച്ചുടച്ച് കവറിനകത്താക്കി കാണാമറിയത്ത് കൊണ്ടുവെക്കണമായിരുന്നോ? ദൈവനിന്ദയ്ക്കും ഒരു അതിരുണ്ട്. ഇതിന്റെ ശാപം അത് ചെയ്തവരെ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കും. ഒരു സംശയവും വേണ്ട. ആരാച്ചാ ഈ കൊടും ചതി ചെയ്തത്? അത് ചെയ്തവര് പറയട്ടെ. അത് ചെയ്തവരിപ്പോ തന്നെ അങ്ങ് ഏറ്റു പറയാൻ പോവല്ലേ? നന്ദിനിയുടെ മുറിന്ന ഇത് കിട്ടിയത്. അയ്യോ, എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. മിണ്ടരുത് നീ. ഇതിന്റെ പേരും പറഞ്ഞ് എല്ലാരും കൂടി ഇനി അവളുടെ മെക്കിട്ട് കയറണ്ട. അവക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും. ആണോ? ഇതാണോ അബദ്ധം? ഞാൻ എന്തിനാ പൂജിച്ച് ഭക്തിയോടെ കാത്തു സൂക്ഷിച്ചു വെച്ച വിഗ്രഹം തച്ചുടച്ച് കവറിനുള്ളിലാക്കി ഒളിച്ചു വെക്കുന്നതാണോ അബദ്ധം? ഇതാരും എന്നെ ചതിച്ചതാ. അത് ഇവര് തന്നെയാണോന്നാ എനിക്ക് സംശയം. ഞാനോ? അതെ, നീ തന്നെ. ഇവളെ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള നിന്റെ തന്ത്രമാണോ ഇതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതെ, എനിക്ക് സംശയമുണ്ട്. എന്റെ മേല് കുറ്റം ചാർത്താൻ വേണ്ടി ആരോ ആ വിഗ്രഹം എന്റെ മുറിയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് എന്നെ കുറ്റവാളിയാക്കി. എന്തിനു വേണ്ടി അത് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. തിരിച്ചു വരുമ്പോ എന്നെ ഈ വീട്ടിൽ കാണരുതെന്ന് ഗിരിയേട്ടൻ പറഞ്ഞു. മറ്റെന്തെന്നെ സഹിക്കും. പക്ഷെ എന്റെ ഭർത്താവിന്റെ മുമ്പിൽ തെറ്റുകാരിയെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. നന്ദിനി, അതവൻ അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. അതിന്റെ പേരിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേണ്ട കാര്യമില്ല. അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. തെറ്റ് ചെയ്തവർ അത് ഏറ്റു പറയുന്നത് അതിന്റെ ശരി. അല്ലാതെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇവിടുന്ന് പോകേണ്ടത് ഇവിടെ പലരുടെ ആഗ്രഹമായിരിക്കും. ആ സിദ്ധം പറഞ്ഞ കള്ളത്തരം വിശ്വസിച്ച ഗിരിയേട്ടൻ എന്നെ ശിക്ഷിച്ചത്. എന്നിട്ട് എല്ലാരും ചേർന്ന് എന്നെ കുറ്റവാളിയാക്കിയത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്റെ ഭർത്താവിന്റെ മുന്നിലെങ്കിലും എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചാ പറ്റൂ. നീ അത് തെളിയിക്കണം. ആ കള്ള സിദ്ധനെ ഇവിടെ കൊണ്ടുവന്ന് തന്നെ അത് തെളിയിക്കണം. എന്താ കുട്ടി കാണിക്കുന്നത്? വാശി തീർക്കേണ്ട സ്ഥലമല്ല ഇത്. എന്തു മണ്ടത്തരമാ കുട്ടി കാണിച്ചത്? എന്നാ പിന്നെ തിരുമേനി പറ, ഞാനാണോ വിഗ്രഹം എടുത്തു മാറ്റിയത്? കുട്ടി, ഇതാര് ചെയ്താലും ഈശ്വര നിയോഗത്തിന് വിരുദ്ധമാണ്. ഒരാൾ അയാളുടെ പ്രാർത്ഥന സമർപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഈശ്വര വിഗ്രഹം മറ്റൊരാൾ എടുത്തു മാറ്റിയത് തെറ്റ് തന്നെയാണ്. ഞാനല്ല തിരുമേനി അത് ചെയ്തത്. എന്നിട്ടും ആ വിഗ്രഹം എങ്ങനെ എന്റെ മുറിയിൽ വന്നത്? അതാ എനിക്ക് അറിയേണ്ടത്. ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് കുട്ടി. ഒരു കാരണവുമില്ലാതെ നാം തെറ്റിദ്ധരിക്കപ്പെടും. പഴി കേൾക്കേണ്ടി വരും. അതൊക്കെ ഒരു നിയോഗമാണ്.
നന്ദിനി എവിടെ സ്വാമിജി? ആ കുട്ടി പോയെന്നാണ് തോന്നുന്നത്. വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഇവിടെയും അവിടെയൊക്കെ മാറി നിൽപ്പുണ്ടായിരുന്നു. പൂജ കഴിഞ്ഞ് ഞാൻ തിരികെ വന്ന് നോക്കിയപ്പോ ആ കുട്ടിയെ കാണുന്നില്ല. ആ, തിരികെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഇല്ല സ്വാമി, ഇതുവരെ അവള് വീട്ടിലേക്ക് എത്തിയിട്ടില്ല. നന്ദിനിയെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. എനിക്ക് നല്ല ഭയമുണ്ട് കുട്ടി. ഞാൻ പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാത്ത പോലെ ആ കുട്ടിയുടെ പ്രകൃതം. അവൾ വല്ലാതെ അസ്വസ്ഥയായിരുന്നു. അവളുടെ മുറിയിൽ നിന്ന് ആ വിഗ്രഹം കിട്ടിയതിനെ ചൊല്ലി വീട്ടിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും അവളെ വഴക്ക് പറഞ്ഞു. പക്ഷേ ദേവിയുടെ മുന്നിൽ സത്യം ചെയ്ത് ആ കുട്ടി പറഞ്ഞത് വിഗ്രഹത്തിന്റെ കാര്യത്തിൽ ആ കുട്ടിക്ക് ഒരു പങ്കുമില്ലെന്നാ. അത് തന്നെയാ അവള് വീട്ടിൽ വെച്ചും പറഞ്ഞത്. എന്താ യഥാർത്ഥത്തിൽ നടന്നെന്ന് ഒരു പിടിയില്ല സ്വാമി. എല്ലാറ്റിനും ഭഗവതി ഒരു വഴി കാണും കുട്ടി. ചെല്ലു, എത്രയും വേഗം ആ കുട്ടിയെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ശരി സ്വാമിജി. ആ, കുട്ടിയൊന്ന് നിൽക്കൂ. പൂജയ്ക്കായി പ്രാർത്ഥിച്ചു നൽകിയ വിഗ്രഹം നഷ്ടമായത് ഒരു ദുർനിമിത്തം തന്നെയാ. കുട്ടി സൂക്ഷിക്കണം. അവൾ എവിടെയെങ്കിലും പോയി തൊലയിട്ട് വലിച്ച. ഇതുവരെ കാണിച്ച എല്ലാ തോന്നിവാസങ്ങളും ഞാൻ സഹിച്ചു. ഇനി വയ്യ. അവള് വേണമെങ്കിൽ തന്നെ തിരിച്ചു വരട്ടെ. അവളെ അന്വേഷിച്ചു പോവാനേ എനിക്ക് സമയമില്ല. വല്യച്ഛൻ ഏടത്തിയോട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അവളിനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൗരി, തോന്നിയവസം പറയരുത്. ഞാൻ പറയുന്നതാ തോന്നിയവസം. അവളെ ഇവിടെ നിന്ന് കള്ളിയാക്കി ഇറക്കി വിട്ടതില് ഒരു തെറ്റുമില്ല അല്ലേ വലിച്ച? അതിനാരവളെ ഇറക്കി വിട്ടത്? അവൾ സ്വയം ഇറങ്ങിപ്പോയത് നമ്മുടെ തെറ്റാണോ? അതെ, അതിനെന്താ സംശയം? നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ നന്ദിനി അത്ര നാണം കെട്ടവളൊന്നും അല്ല. ഇത്രയും അപമാനം സഹിച്ച് ഈ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് അവൾക്ക് അങ്ങ് തോന്നിക്കാണും. അതിനവളെ തെറ്റ് പറയാൻ പറ്റുമോ? അങ്ങനെ ആരും മരിക്കാനുള്ള കാരണമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അവളെന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ അത് സഹിച്ചല്ലേ പറ്റൂ. ഓ, അത് ശരി. അപ്പൊ അവളങ്ങ് ചത്താലും കുഴപ്പമില്ലെന്നാ വല്ലിച്ചന്റെ മനസ്സിലിരിപ്പ്. കൊള്ളാം വല്ലിച്ച. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ സഹോദരന്റെ ഭാര്യ നന്ദിനി. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പോലീസിൽ നിങ്ങൾക്കെതിരെ ആദ്യം സാക്ഷി പറയുന്നത് ഈ ഞാനായിരിക്കും. പൂര കത്തുമ്പോ വാഴ വിട്ടുകള്. ഞാനെന്തിനു ശിക്ഷ അനുഭവിക്കണം? ഇതെല്ലാം സ്വാതിയെടുത്തിട്ട് തന്നെ അടവായിരിക്കും. ആരായിരിക്കും ആ വിഗ്രഹം എന്റെ മുറിയിൽ കൊണ്ടുവച്ചത്? ഇനി ഗൗരിയച്ചയായിരിക്കോ? എന്തായാലും ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. ചെറിയമ്മ പോയൊന്ന് കാണണം. താൻ വേഗം തിരിച്ചു വാ. നമുക്ക് എന്തായാലും പോലീസിൽ പരാതി കൊടുക്കാം. ഏട്ടൻ എന്നെ നിർബന്ധിക്കണ്ട. നന്ദിനിയും കൊണ്ട് ഞാൻ തിരിച്ചു വരും. സ്വാതി, എടോ, ഞാൻ പറയുന്ന താനൊന്ന് കേൾക്ക്. ഏട്ടൻ വിഷമിക്കണ്ട. എനിക്കൊന്നും സംഭവിക്കില്ല. നന്ദിനിയും കണ്ടുപിടിച്ച് ഞാൻ ഉടനെ അവളെയും കൊണ്ടങ്ങ് എത്തും. ഹലോ ഹലോ സ്വാതി. ഇവളിത് എന്ത് ഭാവിച്ചാന്നാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, അവക്ക് ഈ കുടുംബത്തോടുള്ള ആത്മാർത്ഥം ഉണ്ടാ. മാത്രമല്ല, അവള് കാരണം ഈ പ്രശ്നങ്ങൾ എത്ര ഉണ്ടായതെന്ന് എല്ലാരും ചുറ്റും നിന്ന് കുറ്റപ്പെടുത്തിയപ്പോ അതിനുള്ള പരിഹാരം അവള് കണ്ടെത്താൻ ശ്രമിച്ചു. അത്രേ ഉള്ളൂ.
ചേച്ചി ദേ ഈ ഫോട്ടോ കാണുന്ന കുട്ടി എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. ഒന്നിവിടെ നിർത്തി, ഒരാള് വരുന്നു, ചോദിക്കാം. അതെ ചേട്ടാ, ഈ ഫോട്ടോ കാണുന്ന ആളിനെ ഇവിടെ എങ്ങാനും കണ്ടായിരുന്നോ? ഒരു കാര്യം ചെയ്യാം, എന്റെ ഫോൺ നമ്പർ തരാം, നോട്ട് ചെയ്ത് വെക്കോ. ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് വിളിച്ചു പറയോ? നോട്ട് ചെയ്തോ. എന്തെങ്കിലും വിവരം കിട്ടിയാ പറയണേ ചേട്ടാ. ഉറപ്പായിട്ടും പറയാം. ശരി ശരി. ഹലോ, നന്ദിനി? ഇത് നന്ദിനിയല്ല, എന്റെ പേര് കുര്യച്ചനെന്നാ. നിങ്ങൾക്ക് ഈ ഫോൺ എവിടുന്ന് കിട്ടി? നന്ദിനി എവിടെ? അതൊക്കെ വിശദമായിട്ട് പറയാം. വഴിയിൽ ബോധം കെട്ട് കിടന്ന ഒരു കുട്ടിയെ ഞങ്ങളിവിടെ ഐഷ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലോ? പക്ഷേ ആ കുട്ടിക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ കോൾ ലിസ്റ്റിൽ നിങ്ങളുടെ നമ്പർ ആദ്യം കിടന്നത്, അതുകൊണ്ടാണ് ഈ നമ്പറിലേക്ക് വിളിച്ചത്. നിങ്ങൾ ഈ കുട്ടിയുടെ ആരാ? ഞാൻ ഏട്ടത്തിയമ്മയാ. ഞാൻ ഇപ്പൊ തന്നെ വരാം. ദയവ് ചെയ്ത് ഞാൻ വരുന്നത് വരെ അവിടെ തന്നെ നിൽക്കണേ. അയ്യോ, അത് പറ്റില്ല. ഞങ്ങളൊരു മരണം കൂടാൻ പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത്. ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി. നിങ്ങളിങ്ങ് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. ഞാൻ ഈ ഫോൺ ഇവിടെ കൊടുത്തേക്കാം. ആ ശരി, ഞാൻ ഇപ്പൊ തന്നെ എത്താം. വേഗം വണ്ടി ഐഷ ഹോസ്പിറ്റലിലേക്ക് വിട. എന്താ മാഡം, നന്ദിനി മാഡം ഹോസ്പിറ്റലുണ്ടോ? അതൊക്കെ പറയാം, നീ ഒന്ന് വേഗം വിട. എന്റെ ഈശ്വര, അവക്ക് ഒരു അബദ്ധം കൂടാതെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഒന്ന് വേഗം പോ. പേടിക്കണ്ട, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനെങ്ങനെ ഇവിടെ വന്നേ? ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? അതറിയില്ല. ക്യാഷ്വാലിറ്റിയിൽ ആരോ എത്തിച്ചതാ. കുട്ടിക്കപ്പോ ബോധം ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയിട്ട് സമയം ഒരുപാടായി. ബാഗിൽ ഡ്രസ്സ് ഉണ്ടായിരുന്നത് കാര്യമായി. ഇട്ടിരുന്ന ഡ്രസ്സ് മുഴുവൻ അഴുക്കായിരുന്നു. കുട്ടിയുടെ പേരെന്താ? നന്ദിനി. കല്യാണം കഴിഞ്ഞല്ലേ? ഭർത്താവിന്റെ പേരെന്താ? ഗിരി. ആ, അയാൾ ആള് കൊള്ളാലോ. വേഗം ഫോൺ വിളിച്ച് അയാളോടൊന്ന് വരാൻ പറ. ദാ കുട്ടിയുടെ ഫോൺ. കുട്ടി ഇവിടെ എത്തിച്ചവർ കാഷ്വാലിറ്റിയിൽ കൊടുത്തിരുന്നത്. ദാ വിളിക്ക്. നീ നോക്കിക്കോ. എന്ത് വില കൊടുത്തും അവള് ചെയ്യുന്ന പൂജ ഞാൻ കലക്കും. മകൻ നക്ഷത്രത്തിലെ ദേവീ ചൈതന്യമുള്ള ആ കുഞ്ഞിനെ ഈ ഞാൻ ജന്മം നൽകും.
ഇതൊക്കെ? എന്താ ഇത്? അടുത്ത് വരരുത്, കൊല്ലും ഞാൻ. ഗൗരി, ഇത് ഞാനാ, നിന്റെ രാജീവേട്ടൻ. മാറി നിക്ക്, ആരും എന്റെ അടുത്ത് വരണ്ട. എനിക്ക് ഭ്രാന്ത് പിടിച്ച് നിക്ക. ഗൗരി, നീ ഒന്ന് അടങ്ങ്. ഈ രൂപത്തിൽ നിന്നെ കണ്ടിട്ട് എനിക്ക് എന്നെ ഭയം തോന്നുന്നു. നീ ഒന്ന് സമാധാനിക്ക. സമാധാനിക്കാനോ? ഞാൻ എങ്ങനെ സമാധാനിക്കണോന്നാ രാജീവേട്ടൻ പറയുന്നത്? വല്ലയിടത്തുനിന്ന് വന്നു കയറിയവള് ആദ്യം ഗർഭിണിയായി. ഈ വീട്ടിൽ ആദ്യത്തെ കുഞ്ഞിനെ അവള് പ്രസവിക്കും. അത് ഞാൻ സഹിക്കണോ? രാജീവേട്ടന് സഹിക്കാൻ പറ്റോ? ഗൗരി, നീ ഒന്ന് അടങ്ങ്. ഗൗരി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്ദിനിയുടെ ഗർഭം മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ. നീ ഒന്ന് സമാധാനിക്ക്, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. എന്ത് വഴി കാണാന്ന്? ആര് ശരിയാക്കും? എത്രയോ കാലമായി ഞാൻ കണക്ക് കൂട്ടി വെച്ച എന്റെ ആഗ്രഹങ്ങൾക്ക് മുകളിൽ അവൾ അടിച്ച അവസാന താണിയാ ഈ ഗർഭം. ഞാനല്ലാതെ ഈ വീട്ടിൽ ഒരുത്തിയും ആദ്യം പ്രസവിക്കാൻ പാടില്ല. നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും നന്ദിനി പ്രസവിക്കില്ലേ? പാടില്ല. എന്റെ ഇഷ്ടങ്ങൾക്കെതിരായി ഈ വീട്ടിൽ ഒരുത്തിയും പ്രസവിക്കരുത്. അങ്ങനെ പറയല്ലേ ഗൗരി. അവളുടെ വയറ്റിൽ കുഞ്ഞു വളരുന്നത് നമ്മൾ എങ്ങനെ തടയും? അവള് പ്രസവിക്കട്ടെ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതി സമാധാനിക്കാം. താൻ വിഷമിക്കാതെ. സിസ്റ്റർ, ഒബ്സർവേഷൻ റൂം എവിടെയാ? മുകളിലത്തെ ഫ്ലോറിൽ. ഇതുവരെ തന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലല്ലോ. തന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ വരാമെന്ന് പറഞ്ഞതൊരു സ്ത്രീയാണെന്നാ തന്നെ കൊണ്ടുവന്നവര് പറഞ്ഞത്. നന്ദിനി, സ്വാതിർത്തി, നീ എന്ത് പണിയാ നന്ദിനി കാണിച്ചത്? ഇന്നെ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? നിങ്ങൾ ഇവരുടെ ആരാ? ഏട്ടത്തി അമ്മയാ. ഇവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? കുഴപ്പമുണ്ട്, വലിയ കുഴപ്പമുണ്ട്. ഈ വയ്യാത്ത അവസ്ഥയില് നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഈ കുട്ടിയെ ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു വിടുവോ? ഇനി കുറച്ചു നാളത്തേക്ക് ഈ കുട്ടിക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം. പഴയതുപോലെ ഓടാനും ചാടാനും ഒന്നും പറ്റില്ല. എന്ത് ഡോക്ടർ, നന്ദിനിക്ക് എന്താ പറ്റിയത്? നന്ദിനി, എന്താ മോളെ? അതെ, ഈ കുട്ടി പ്രഗ്നന്റ് ആണ്. നന്ദിനി, പ്രഗ്നന്റ് ആയ ഒരു കുട്ടിയെ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തു പോകാൻ സമ്മതിച്ച നിങ്ങളെ എന്ത് ചെയ്യണം? ഡോക്ടർ, ഞാൻ നന്ദിനി മോളെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്ക് ഈ ഭാഗ്യം കിട്ടിയല്ലോ. ഡോക്ടർ, ഇയാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടതാ.
സെക്യൂരിറ്റി എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം. ഓക്കെ മാഡം. ഡി, നിനക്ക് എന്താടി വേണ്ടത്? എന്താടി, നീ അവളെ ഇല്ലാതാക്കിയോ? നിന്റെ കുഞ്ഞ് ആദ്യം ജനിക്കാൻ വേണ്ടി നീ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും, അതെനിക്കറിയാം. നിർത്തടി, ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത്. മര്യാദയ്ക്ക് ഫോൺ വെക്കടി. ആരെടുത്തി? വേദ. വേദയോ? തന്നെ ഇനി മേലിൽ നീ സ്വാതിയെടുത്ത് വിളിക്കരുത്, മനസ്സിലായി? ആഹാ, ഗിരിയേട്ടനാണോ? കൊള്ളാം. ഭാര്യയെ കാണാതായതിന് എന്നോട് ക്ഷോഭിക്കുന്ന എന്തിനാ? അതിന് ഉത്തരവാദിയായവര് തൊട്ടരികിൽ തന്നെ നിൽപ്പുണ്ടല്ലോ. നീ എന്താടി പരിഹസിക്കണോ? ഗിരിയേട്ടനെ ഞാൻ പരിഹസിക്കാനോ? എന്താ ഗിരിയേട്ട ഇങ്ങനെ പറയുന്നത്? ഗിരിയേട്ടന്റെ പഴയ ഭാര്യയല്ലേ ഞാൻ. ആ താലി ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. വച്ചിട്ട് പൊടി. ആ, ഞാൻ പോകാം. പക്ഷേ അതിനു മുൻപ് എനിക്കൊരു സത്യം പറയാനുണ്ട്. നന്ദിനിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ഗിരിയേട്ടന്റെ സ്വന്തം സ്വാതിയേട്ടത്തി തന്നെയാ. അനാവശ്യം പറയരുത്. എന്റെ കയ്യിൽ തെളിവുണ്ട്. എന്ത് തെളിവ്? അതൊക്കെ ഞാൻ പോലീസിന് കൊടുത്തോളാം. അപ്പൊ ശരി, ഏട്ടന്റെ പൂജാ വിഗ്രഹമായ സ്വാതിയോടൊന്ന് ചോദിച്ചു നോക്ക്, സ്വന്തം ഭാര്യ എവിടെ പോയിന്ന്. അപ്പൊ ശരി, എന്നാ വെക്കട്ടെ. അച്ഛാ, ഞാൻ ലേറ്റ് ആയോ? ദേ, നല്ല ഉഗ്രം കേക്കാ. അതും ഞാൻ വിചാരിച്ച ഫ്ലേവർ തന്നെ കിട്ടി. തല്ലിക്കോ? എന്തിനാ നിർത്തിയത്? ഇനി എന്നെ തല്ലിക്കോ? എന്നെ തല്ലിക്കൊന്നാലും ഞാൻ സത്യം മാത്രമേ പറയൂ. എന്തുകൊണ്ടാ ഇവള് മാത്രം നന്ദിനിയെ കണ്ടത്? ഇവള് മാത്രം നന്ദിനിയോട് സംസാരിച്ചു പോലും. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നാളെ ജീവനില്ലാത്ത അവസ്ഥയില് നന്ദിനിയെ എവിടെന്നെങ്കിലും കിട്ടിയാ അതിന് ഉത്തരവാദി ഇവള് മാത്രമായിരിക്കും. ഹെടി, എവിടെ നിന്നായാലും അവളെ ജീവനോടെ കണ്ടെത്തി നിന്റെ മുമ്പിൽ നിർത്തും ഞാൻ. നീ പറഞ്ഞതാണ് സത്യമെന്ന് അവള് സമ്മതിച്ച പിന്നെ സ്വാതി ഈ വീട്ടിലുണ്ടാവില്ല. പക്ഷെ സത്യം ഇതല്ലാന്ന് നന്ദിനി പറഞ്ഞ, എനിക്കിതിൽ ഒരു പങ്കുമില്ലാന്ന് തെളിഞ്ഞ, പിന്നെ നീയും നിന്റെ ഭർത്താവും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. മനസ്സിലായോടി? 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ
തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. മാഡം ഇന്നിത്തിരി കൂടുതൽ സന്തോഷത്തിലാണല്ലോ. എന്റെ സന്തോഷത്തിന് അളവില്ല ഡാനി. അത്രയ്ക്ക് ദയനീയമായ അവസ്ഥയിലാണ് സ്വാതി. നന്ദിനിയെ കാണാതായത് അവളുടെ മാത്രം തലയിലാണിപ്പോ. ഈ അവസരം നന്നായിട്ട് ഉപയോഗിച്ച സ്വാതിയുടെ വീട്ടിൽ എല്ലാം തകരും. എല്ലാവരും അവളെ വെറുക്കും. മാഡം പറയൂ, നമ്മൾ ഇനി എന്ത് ചെയ്യണം? കാണാതായ നന്ദിനിക്ക് ഒരു ചെറിയമ്മയുണ്ട്. ഡാനി അവരെ ചെന്ന് കാണണം. എനിക്കറിയാം മാഡം, ആ സ്ത്രീയെ. പണത്തിനോട് വലിയ ആർത്തിയുള്ള സ്ത്രീ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. പണത്തോടുള്ള ആർത്തി അതും മാത്രം മതി നമുക്ക് അവരെ വശത്താക്കാൻ. അവരോട് ഞാൻ എന്താ പറയേണ്ടത്? പറയുകയല്ല, കൂടെ നിന്ന് ചെയ്യിക്കണം. സ്വാതിക്കെതിരെ അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കണം. ലോക്കൽ സ്റ്റേഷനിൽ കൊടുക്കരുത്, ACP ഓഫീസിൽ കൊടുത്താൽ മതി. അതിന് ACP നമ്മൾ പറഞ്ഞാ കേക്കോ? മാഡം എന്താ ചിരിക്കുന്നത്? ACP ഞാൻ പറഞ്ഞാ കേൾക്കുമെന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടിയാ അവൾ ഇവിടെ ഇപ്പോ ചാർജ് എടുത്തിരിക്കുന്നത് വരെ. ACP വൈശാഖി വർമ്മ. പറയട്ടെ അച്ഛാ, കുറ്റപ്പെടുത്താനും കുത്തി നോവിക്കാനും ഇതിനേക്കാൾ പറ്റിയൊരു അവസരം കിട്ടില്ലെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം. നിന്നെ കുറ്റപ്പെടുത്തിയതിൽ എന്താ തെറ്റ്? നിന്റെ വിഗ്രഹം കാണാതെ പോയതിനല്ലേ എല്ലാരും കൂടി അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്? അവളെ ഇവിടെ നിന്ന് അടിച്ചോടിക്കാൻ നീ നടത്തിയ നാടകം അങ്ങ് വിജയിച്ചു. ഗൗരി, ഇതുവരെ നീ എനിക്കെതിരെ പറഞ്ഞതും ചെയ്തതും എല്ലാം ഞാൻ ക്ഷമിച്ചു. വീണ്ടും വീണ്ടും നീ എനിക്കെതിരെ ഇല്ലാ കഥ മെനഞ്ഞ് കേറിയ എല്ലാവരുടെ മുന്നിൽ വെച്ച് നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് വരും. നിലതെറ്റി നിൽക്കുക ഇവിടെ എല്ലാവരും. അതിനിടയിലേക്ക് തീപ്പന്തം കത്തിച്ചെറിയരുത്. ഗൗരി, നന്ദിനിയെ കാണാതായതില് ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ സ്വാതിയെ കുറ്റപ്പെടുത്തരുത്. അത് ഞങ്ങൾക്കാർക്കും സഹിക്കില്ല. പിന്നെ നന്ദിനി എവിടെ പോയി? ഇവിടുന്ന് ഇറങ്ങിപ്പോയ നന്ദിനിയെ കണ്ടതും സംസാരിച്ചതും ദേ ഇവള് മാത്രമാ. ഗിരി എത്തിയപ്പോഴേക്കും അവളെ ഹോസ്പിറ്റലിൽ കാണാനുമില്ല. അവളെന്താ അന്തരീക്ഷത്തിൽ അലിഞ്ഞുപോയോ? നന്ദിനിക്ക് എന്ത് സംഭവിച്ചു ഇവൾക്ക് മാത്രമേ അറിയുള്ളൂ. അവളെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളും ഇവളും കൂടെ ഒത്തുകളിച്ചാണെങ്കിലോ? എന്തിന് സ്വാതി അങ്ങനെ ചെയ്യണം? വെറുതെ ഇല്ലാവചനം പറയരുത്. അവള് ഗർഭിണിയായതിൽ സന്തോഷിച്ച് മതി മറന്ന് ആഹ്ലാദിച്ചവളാ സ്വാതി. പക്ഷെ അതില് സന്തോഷമില്ലാതിരുന്നത് നിനക്ക് മാത്രം. ആ കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കരുതെന്ന് മനസ്സിൽ ആഗ്രഹിച്ചതും നീയാ. ഇനിയൊരു അക്ഷരം മിണ്ടിയാ ആ വീട്ടിൽ എനിക്ക് പകരം നീലിന്റെ ഭാര്യയായിട്ട് വന്നവളാ സ്വാതി. ഇന്ന് സ്വാതിയെ സ്നേഹിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി സ്നേഹം നീൽ എനിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെങ്ങനാ നീയും നീലും തമ്മിൽ അകന്നത്? വിധി അല്ലാതെന്ത്? വിവാഹം കഴിക്കുന്ന പെണ്ണ് 1 വർഷത്തിനകം മരിച്ചു പോകും എന്നായിരുന്നു ജാതകം നോക്കിയ ജ്യോത്സ്യം പറഞ്ഞത്.